ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് മലബാർ ഭാഗത്തൊക്കെ മലപ്പുറം ഈ ഭാഗത്തു കൂടെയൊക്കെ കാണുന്ന ചക്രമത്തൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്നൊന്നും അറിയില്ല, മലപ്പുറത്ത് ഇത് സ്പെഷ്യലാണ്. നല്ല അടിപൊളി വൈകുന്നേരം ചായക്ക് ഒപ്പൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കുക, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മത്തനേന്നു, ഇനി ഏത് മത്തനായാലും വാങ്ങിയതാണെന്നും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഒരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. പകുതി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പഴുത്ത മത്തനാണ് കേട്ടോ. അതാണ് സാധാരണ എടുക്കൽ. അതിൻ്റെ തൊലിയൊക്കെ മഞ്ഞ കളറാവും, അങ്ങനെ അത് നോക്കിയാൽ മതി. അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളയുക. അതേമാതിരി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ പീസാക്കി അതിൻ്റെ കുരുവും തോലും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കി കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. ഇതേപോലെ ഒക്കെ ഫുള്ളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെറിയ പീസാക്കിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് 3 വിസിലടുപ്പിച്ചെടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം. ഇത് ഒറ്റക്കൊന്ന് വേവിച്ചെടുക്കാനാണ് കേട്ടോ. ആദ്യം മത്തന് ഒറ്റക്കൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം 4 അച്ചോളം ശർക്കര വേണം കേട്ടോ. ഇത് കുറച്ച് കമ്മിയായിരുന്നു. 1 അച്ച് കൂടി കൂട്ടി 4 അച്ചോളം ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ പോയേക്കും നമുക്ക് ഇതിലേക്ക് കൊണ്ട് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഉണ്ടല്ലോ, അത് കലക്കി വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ. അത് റെഡിയാക്കി അതുപോലെ ഒരു തേങ്ങ, ചെറിയൊരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പൊടി ഇങ്ങനെ വെള്ളമേറി അങ്ങനെ അതിന് കണക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് പൊടി കലക്കി വെക്കുക, അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മത്തനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നന്നായി ഉടച്ചെടുക്കുക. സ്പാച്ചിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായി ഉടച്ചെടുക്കുക. മത്തനൊക്കെ നന്നായി വന്നിട്ടുണ്ട്. 3 വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ മത്തനൊക്കെ റെഡിയായി വരും. അത് നന്നായി ഉടച്ചെടുക്കുക. പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. നന്നായി വെന്ത് വന്നുകൊണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല അടിപൊളിയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ ഭാഗത്തൊക്കെ ഉണ്ടോയെന്നുള്ളത് പറയണം കേട്ടോ. അങ്ങനെ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ച മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ശർക്കരൻ്റെ മധുരം എന്നൊക്കെ ഈ മത്തലിൽ നന്നായി പിടിച്ച് വരട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക. 2-3 മിനിറ്റ് മതി കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് കൂടിയും ചേർത്ത് കൊടുക്കുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ജീരകപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. അങ്ങനെ അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടി പിടിക്കണം നോക്കണം കേട്ടോ. നമ്മൾ വെള്ളം ഉണ്ട് എന്നാലും ഇനി അടി പിടിക്കണമെന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ശേഷം ഇനി നമ്മൾ കലക്കി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അത് ഒഴിച്ച പാടത്തന്നെ നന്നായി ഇളക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അരിപ്പൊടിയല്ലേ. അപ്പോൾ അത് ഒഴിച്ച പാടത്തന്നെ ആദ്യം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച പാടത്തന്നെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. അത് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴത്തേന് തന്നെ അത് ടൈറ്റായി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയോടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ നമുക്ക് കുറച്ച് മതിയെങ്കിൽ ചേർത്താൽ മതി, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അത് ഇട്ടാൽ ഒരു ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് തന്നെ ഇക്കാരം. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ അരിപ്പൊടി ഇട്ട് 5 മിനിറ്റോളം വേവിച്ചെടുക്കണം കേട്ടോ. അരിപ്പൊടിയൊക്കെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടോ അങ്ങനെ ഇതാക്കിയാൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്.
ഇപ്പോൾ ഇങ്ങനെ കണ്ടില്ല ഓരോ കുമ്പളകൾ വന്ന് പൊട്ടണത്. അപ്പോൾ കയ്യുമ്മക്കൊക്കെ തീർച്ചാൽ നല്ല സീനേക്കാരം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുത്താൽ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡിയായി, ചക്കരമത്തൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ആണ്. മത്തനാണെന്ന് എഴുതി കണ്ട് ടേസ്റ്റിന് ഇതൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഈ മത്തനൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയല്ലോ, എല്ലാം വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.